CPM-ന്റെ ബി ടീമല്ല എന്ന് ബിനോയ് വിശ്വം. ആ കിനാവ് ആരും കാണണ്ട. CPI വ്യക്തിത്വം പണയപ്പെടുത്തില്ലെന്നും CPIയുടെ യൂട്യൂബ് ചാനലായ കനലിൽ ബിനോയ് വിശ്വം പറയുന്നു. മുന്നണിക്കകത്ത് CPI എടുത്ത നിലപാടുകൾ വിജയം കണ്ടിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPIക്ക് രാഷ്ട്രീയമുണ്ട്, ആ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വവും ആ രാഷ്ട്രീയമുള്ള CPIക്ക് വേറൊരു പാർട്ടിയുടെയും ബി ടീം ആകുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും പറ്റില്ല. CPIക്കും CPM-നും ഇടയിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട്. അവ രണ്ട് പാർട്ടികളായത് ആ കാരണം കൊണ്ടാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അവർക്ക് കൂട്ടായി ചിലതൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യേണ്ടതുണ്ട്, ചെയ്തേ തീരുവെന്ന്. ആ തിരിച്ചറിവാണ് CPIയെ കൊണ്ടും CPM-നെ കൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ ബദലെന്ന മുദ്രാവാക്യത്തിലേക്ക് എത്തിച്ചത്. സൈഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത്. സൈഫ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴത്തെ ഒരു റിലവൻസ് എന്താണ്? CPIM-ന്റെ തീരുമാനങ്ങൾ, സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്നിവയെ സമ്പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സംഘമായി CPI മാറി എന്ന വിമർശനം അവരകത്തും പുറത്തും കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ആ പശ്ചാത്തലത്തിലാണോ ഈ വിശദീകരണം നൽകുന്നത് സെക്രട്ടറി? സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും അടക്കം ചില വിമർശനങ്ങൾ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. CPM-ന് CPI വഴങ്ങിക്കൊടുക്കുന്നു, നേതൃത്വം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നു, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ വ്യാപകമായി ഉയർന്നിരുന്നു. പാർട്ടി കോൺഗ്രസിന് സമാനമായ രീതിയിലുള്ള ചില വിമർശനങ്ങൾ ഉണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ പുതിയ ചാനലായ കനൽ വഴി ബിനോയ് വിശ്വം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് വിശ്വം, അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത്. ബി ടീമല്ല, ആ കിനാവാരും കാണേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. വ്യക്തിത്വം CPI എവിടെയും പണയം വെച്ചിട്ടില്ല. വിമർശനങ്ങൾ ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. മുന്നണിക്കകത്ത് CPI എടുത്ത നിലപാടുകൾക്ക് അവസാനം വിജയമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകമുണ്ട്, MR അജിത് കുമാർ BJP നേതാക്കളെ കണ്ടു എന്ന് പറയുന്ന ആ ചോദ്യം ഉന്നയിക്കും. അദ്ദേഹം പറയുന്നത് ഊഴമിട്ട RSS നേതാക്കളെ കണ്ട ഒരാളെ ക്രമസമാധാന ചുമതലയിലുള്ള ആളയച്ചു അവിടെ ഇരുത്താൻ കഴിയില്ല എന്ന നിലപാട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. ഈ സമീപകാലത്ത് CPIയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി എടുക്കുന്ന, അല്ലെങ്കിൽ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത ശേഷം എടുത്ത ഏറ്റവും ശക്തമായ നിലപാട് അത് തന്നെയായിരുന്നു. അത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ വിജയമാണ്, അല്ലെങ്കിൽ നമ്മുടെ വിജയമാണ് എന്ന് പാർട്ടി അണികളോട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് CPI അതിനകത്ത് മുട്ടുമടക്കി എന്നുള്ളതൊരു വസ്തുതയാണ്. അവിടുത്തെ മദ്യനിർമ്മാണശാല വേണ്ട എന്ന നിലപാടാണ് CPI സ്വീകരിച്ചിരുന്നത്. പക്ഷേ MN സ്മാരകത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇടതുമുന്നണി യോഗം നടക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എല്ലാം ഇരിക്കെ CPI വിമർശനം ഉന്നയിക്കുമ്പോഴും, അത് വേണ്ട എന്ന വിമർശനം ഉന്നയിക്കുമ്പോഴും, നിങ്ങളുടെ ആശങ്ക നമ്മൾ പരിഹരിച്ചുകൊണ്ട് അത് നടപ്പാക്കും, അതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല, സർക്കാർ പിന്നോട്ടില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു. അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് CPIയുടെ ആശങ്ക കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു, അത് പരിഹരിച്ചുകൊണ്ടാണ് അത് നടപ്പാക്കുക, അതുകൊണ്ട് ആ വിമർശനത്തിനും കഴമ്പില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം പാർട്ടിയുടെ പുതിയ ചാനലിലൂടെ വിശദീകരിക്കുന്നത്. നിഷാദ്.